മഴ പെയ്ത് വെള്ളമൊഴുകിയുണ്ടായ ചെറുനീർച്ചാലിലൂടെ പൂക്കളും കടലാസ് കഷണങ്ങളും മറ്റും ഒഴുകിപ്പോകുന്നത് കൗതുകത്തോടെ ശ്രദ്ധിച്ചിരിക്കുകയാണ് മുരളി. മഴക്കാലമായതിനാൽ അയാൾ വീട്ടിന് പുറത്തിറങ്ങാൻ പറ്റാതെ ഒരു കാലിളകിയ തടിക്കസേരയിൽ തലയണ കുഷ്യനാക്കി അതിൽ കയറി ഇരിപ്പ് തുടങ്ങിയിട്ട് 3-4 മണിക്കൂറുകൾ കഴിഞ്ഞു. ഇതിനിടയിൽ 2-3 മഴകൾ പെയ്തു തോർന്നു. ഇപ്പോൾ ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ. മുരളിയുടെ ശ്രദ്ധ വീണ്ടും ആ നീർച്ചാലിലേക്ക് തിരിഞ്ഞു. തളർച്ച വന്ന തൻ്റെ കാലിന് തൈലവും കുഴമ്പും തേച്ചുകൊണ്ട് മുരളി ആ നീർച്ചാലിൽ രൂപം കൊണ്ട ചെറിയ ചുഴിയിൽ നന്ദുമോൻ ഒഴുക്കിവിട്ട ഒരു കടലാസ് തോണി കിടന്നു കറങ്ങുന്നതും നോക്കി വെറുതെ ഇരുന്നു. മഴയും കടലാസ് തോണിയുമെല്ലാം കാണുമ്പോൾ അയാൾ തൻ്റെ ബാല്യകാലം ഓർത്തുപോയി. ഇപ്പോൾ ബാല്യവും കൗമാരവും യൗവനവും കഴിഞ്ഞ് മധ്യവയസ്സിൻ്റെ നരച്ച ചമയങ്ങളുമായിട്ടാണ് മുരളി ഇരിക്കുന്നത്. എന്നാലും തന്നിലെ മരിച്ചിട്ടില്ലാത്ത ബാല്യം ചില ഗന്ധങ്ങൾ ഉയർത്തിവിടുന്ന സ്മൃതിനാളം പോലെ വീണ്ടും ഉണരുന്നത് ഇത്തരം മഴയും കടലാസ് തോണികളും മറ്റും കാണുമ്പോഴാണ്. അതിനകമ്പടിയായി ഏകാന്തതയും മണവാട്ടി തവളകളുടെ കരച്ചിലുമാകുമ്പോൾ പൂർണ്ണം. ആ ചെറു ചുഴിയിൽ മകൻ നന്ദു ഒഴുക്കിവിട്ട തോണി കുടുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി. മഴ കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് ആ തോണി അതിൽ കിടന്നു നിർത്താതെ കറങ്ങുന്നു. ചിലപ്പോൾ പതുക്കെ, ചിലപ്പോൾ വേഗത്തിൽ. ആ തോണിയിൽ ഒരു തേനുറമ്പായി കയറിക്കൂടാൻ പറ്റിയിരുന്നെങ്കിൽ നല്ല രസമായിരിക്കും. അയാളുടെ ഉള്ളിലെ ബാല്യം ചിന്തിച്ചു. ചിന്ത ഒരു ധ്യാനമായി. അങ്ങനെ അയാൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അപ്പോഴും നന്ദു തോണികളുണ്ടാക്കി ആ നീർച്ചാലിൽ ഒഴുക്കിവിടുന്നുണ്ടായിരുന്നു. ആ തോണികളൊക്കെ ഒഴുക്കിൽ ആവേശത്തോടെ കുതിച്ച് പറമ്പിലെ വലിയ വെള്ളക്കെട്ടിൽ ഒഴുകി കളിക്കുന്നു. ഭാര്യ ഷീല തട്ടിവിളിച്ചപ്പോഴാണ് മുരളി ഉണർന്നത്. ഉറക്കമുണർന്നപ്പോൾ അയാൾ കൂടുതൽ ഊർജ്ജസ്വലനായി മാറി. ഒരു വല്ലാത്ത ആത്മവിശ്വാസം കൈവന്ന പോലെ മുരളിക്ക് അനുഭവപ്പെട്ടു. ഉച്ചക്കുള്ള ഭക്ഷണം അടുത്തുതന്നെ വിളമ്പി വച്ചിട്ടുണ്ട് ഷീല. ഭക്ഷണം കഴിച്ച് പിന്നീട് ഉള്ളത് ആ കയ്പ് നിറഞ്ഞ കഷായമാണ്. കാലിലെ മരവിപ്പും തരിപ്പും തണുപ്പ് കൂടിയാൽ ഇരച്ച് അരവരെയെത്തും. ഈ കുടിക്കുന്ന കഷായത്തിന് അവയെ എത്രമാത്രം തടയാൻ കഴിയുമെന്ന് അയാൾക്കറിയില്ല. പക്ഷേ ഒരു കാര്യം മുരളിക്ക് അറിയാമെന്ന് തോന്നി. ഈ കഷ്ടപ്പാടിൻ്റെ ഇരുണ്ട മഴക്കാലം മാറി ജീവിതത്തിൽ മഹത്തായ വെയിലിൻ്റെ ദിവസങ്ങൾ ഉദിക്കുക തന്നെ ചെയ്യുമെന്ന്. മുരളി അങ്ങനെ ചിന്തിക്കാൻ കാര്യം അയാൾ ഇതിനകം തന്നെ സാമ്പത്തികമായും ആരോഗ്യപരമായും ഒരു പരിധിവരെ മാനസികമായും നന്നേ തളർന്നിരുന്നു. അയാളുടെ ഭാര്യ ഷീലയാണിപ്പോൾ ആ കുടുംബത്തെ മുങ്ങാതെ രക്ഷിക്കുന്നത്. 2-3 കറവ പശുക്കളുണ്ട് ഷീലയ്ക്ക്. തൊഴുത്തിൽ പല പ്രായത്തിലുള്ള കിടാക്കളുമുണ്ട്. ഇതിനെയെല്ലാം ഒന്ന് നോക്കാൻ തന്നെ അവൾക്കൊരു ദിവസം മതിയാകില്ല. ഷീലയ്ക്ക് അധികം ബന്ധങ്ങളില്ല ഈ ലോകത്ത്, തൻ്റെ ഈ കൊച്ചു കുടുംബമല്ലാതെ. പിന്നെ ആകെയുള്ളത് തൻ്റെ അനിയത്തിയാണ് ശൈലജ. അവൾ കിഴക്കൊരു മലഞ്ചെരുവിലാണ് വിവാഹിതയായത്. ഫോണിൽ വിളിക്കുമ്പോഴെല്ലാം അവൾ പറയും, ഷീലേച്ചിനെ ഫോണിലൂടെ ചാണം മണക്കുന്നു എന്ന്. ഇതിനകം പലവട്ടം അത് കേട്ടെങ്കിലും അത് പറയുമ്പോഴൊക്കെ അവർ പരസ്പരം പൊട്ടിച്ചിരിക്കും. മുട്ടോളം വെള്ളം കയറിയ പറമ്പിലൂടെ വേച്ച് പതുക്കെ നടന്നു വരുന്നതാണ് സുബ്രഹ്മണ്യൻ എന്ന വട്ടിപ്പലിശക്കാരൻ. മഴക്കാലം തുടങ്ങിയ ശേഷം പുറത്തേക്കിറങ്ങാൻ പറ്റാതിരുന്ന അയാൾ ഇന്ന് നല്ല വെയിൽ കണ്ട് പുറത്തിറങ്ങിയതാണ്. അത്യാവശ്യമായി കാണേണ്ട ആൾക്കാരെ മാത്രമാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ചെന്നത് മുരളിയുടെ പകുതി കെട്ടിപ്പൊക്കിയ വീട്ടിലേക്കാണ്. ആ വീട് അങ്ങനെ പൂർത്തിയാവാതെ നിൽക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ 5-ൽ കൂടുതൽ വർഷങ്ങളായി. വലിയ തറയൊക്കെ കെട്ടി തുടങ്ങി വെച്ച വീട് പണിയാണ്. അപ്പോഴൊക്കെ മുരളിക്ക് നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. ഈ വീട് എപ്പോൾ പണി തുടങ്ങിയോ അന്ന് തൊട്ട് തുടങ്ങിയതാണ് അയാളുടെ കഷ്ടകാലം. അതിനും 6 മാസം മുൻപ് ആ 17.5 സെൻറ്റ് സ്ഥലം വാങ്ങുമ്പോൾ കൂടെയുള്ള പലരും അത് മുടക്കാൻ നോക്കിയതാണ്. ആദ്യം അയാളുടെ വെളിച്ചെണ്ണ മില്ലിലേക്ക് കൊപ്രയുമായി വരികയായിരുന്ന പുതിയ ലാലൻ്റെ ലോറി ചുരത്തിൽ വച്ച് നിയന്ത്രണം വിട്ടു മറിഞ്ഞു. വണ്ടി പണിക്ക് വെച്ച് ഇൻഷുറൻസ് ക്ലെയിമിന് പോയപ്പോഴാണ് ഇൻഷുറൻസ് ലാപ്സായിട്ട് 2 മാസം കഴിഞ്ഞെന്ന വിവരം അറിയുന്നത്. പിന്നാലെ പല പ്രശ്നങ്ങൾ. ഒരുവിധം വണ്ടി പണിത് പുറത്തിറക്കിയപ്പോഴാണ് ഷോർട്ട് സർക്യൂട്ട് അടിച്ച് മില്ല് തീപിടിച്ച് നശിക്കുന്നത്. കര കയറാനായി മുരളി സുബ്രഹ്മണ്യൻ്റെ കയ്യിൽ നിന്നും ഒരു വലിയ തുക ഇതിനകം കൈപ്പറ്റിയിട്ടുണ്ട്. തൊഴുത്ത് പണിതതും പശുവിനെ വാങ്ങിയതുമെല്ലാം തന്നെ സുബ്രഹ്മണ്യൻ്റെ പണം കൊണ്ടായിരുന്നു. സുബ്രഹ്മണ്യനുമായി മുരളിക്ക് അയാളുടെ നല്ല കാലത്തു തന്നെ നല്ല പരിചയമുണ്ടായിരുന്നു. അന്ന് പക്ഷേ പലിശക്കാരനും കടക്കാരനും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല ഇരുവരും തമ്മിൽ. 2 ബിസിനസ്സുകാർ തമ്മിലുള്ള സൗഹൃദമായിരുന്നു. മുരളിക്ക് സുബ്രഹ്മണ്യൻ്റെ അടുത്തു നിന്നും ഒരിക്കലും പലിശക്ക് പണം വാങ്ങേണ്ടി വന്നിട്ടില്ലായിരുന്നു. പക്ഷേ മുരളിയുടെ തുടർച്ചയായ വീഴ്ചകൾക്കു ശേഷം അയാൾ അതിന് നിർബന്ധിതനായി.
തൻ്റെ പേരിൽ ആകെ ബാക്കിയുള്ള 17.5 സെന്റ് പുരയിടം ഇപ്പോൾ സുബ്രഹ്മണ്യൻ്റെ കയ്യിൽ പണയത്തിലാണ്. ആദ്യമൊക്കെ സുബ്രഹ്മണ്യൻ്റെ അടുത്ത് നിന്നും സുഹൃത്തിൻ്റെ അടുത്ത് എന്നതുപോലെയുള്ള പെരുമാറ്റമായതിനാൽ മുരളിക്ക് അത്ര അപകർഷം ഉണ്ടായിരുന്നില്ല. പക്ഷേ 4 വർഷത്തിനു ശേഷം ഇപ്പുറം രണ്ടുപേരും ഒരുപാട് മാറി. പരാജയപ്പെട്ട മുരളി ഒരു രോഗിയും സുബ്രഹ്മണ്യൻ മുരളിയുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന ഒരു വാരിക്കുന്തവുമായി മാറി. വെള്ളക്കെട്ട് പകഞ്ഞു മാറ്റി നടന്നു വരുന്ന സുബ്രഹ്മണ്യനെ മുരളി ദൂരത്തുനിന്ന് തന്നെ കണ്ടു. ഒരു പലിശക്കാരൻ്റെ ചിരിയോടെ സുബ്രഹ്മണ്യൻ ആ പാതി കെട്ടിയ വീട്ടിലേക്ക് കയറി വന്ന് ഒരു പ്ലാസ്റ്റിക് കസേര വലിച്ചിട്ട് ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് വെയിലുദിച്ചത് നന്നായി. ഇങ്ങോട്ട് വന്ന് ഇറങ്ങണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് 2 ആഴ്ചയായി. മുരളിയും അത് സമ്മതിച്ചു. ശരിയാണ്, ഈ വെയിലിന് എന്തോ പ്രത്യേകതയുണ്ട്. സുബ്രഹ്മണ്യൻ ആ മറുപടി കേട്ട് പിശുക്കി ചിരിച്ചു പറഞ്ഞു, ഞാൻ നിന്നോട് മുൻപേ പറഞ്ഞതിനെപ്പറ്റി ആലോചിച്ചോ? ഇനി ഈ വീട് ഞാനങ്ങ് എടുത്തോളാം, തൊഴുത്തും പശുവും എല്ലാം. എന്നിട്ട് കടവും പലിശയും കഴിച്ച് ബാക്കി 8 ലക്ഷം കയ്യോടെ തരാം. നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ്. ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ അറിയാമല്ലോ, പലിശ ഇനിയും കൂടും. 8 ലക്ഷം എന്നത് 5 ലക്ഷമായി മാറും. മുരളി ഒന്നും പറയാതെ ആ നീർച്ചാലിലേക്ക് നോക്കി. ചുഴിയിൽപ്പെട്ട കടലാസ് തോണിക്ക് ഇപ്പോഴും മോചനമില്ല. എത്രയോ ദൂരം യാത്ര ചെയ്യേണ്ട ആ തോണി അതിൻ്റെ അനിവാര്യമായ നാശത്തിൻ്റെ വഴിയിലാണ്. പക്ഷേ ഇപ്പോഴും അതിന് പല ദൂരവും താണ്ടാനുള്ള ആരോഗ്യം ബാക്കിയുണ്ട്. നോക്കി നിൽക്കെ നന്ദു ഒഴുക്കിവിട്ട മറ്റൊരു കടലാസ് തോണി ഒഴുകി വന്ന് ആ ചുഴിയിൽ പതിച്ചു. ആ തോണി വന്ന് ഒന്ന് തഴുകിയപ്പോൾ പഴയ മുങ്ങാറായ തോണി ആ ചുഴിയിൽ നിന്ന് പുറത്തു ചാടി. തിരിച്ചു നീർച്ചാലിൽ കയറിയ അത് അതിൻ്റെ നഷ്ടപ്പെട്ട സമയവും കുതിപ്പും വീണ്ടെടുക്കാനായി ഒഴുക്കിൽ അതിവേഗം മുന്നോട്ട് കുതിച്ചു. മറ്റൊരു പ്രഭാതം മുരളി ഒരു വലിയ പൊതി സുബ്രഹ്മണ്യൻ്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങി തൻ്റെ ഭാര്യയെയും മകനെയും കൂട്ടി പുറത്ത് കാത്തിരുന്ന ഓട്ടോയിൽ കയറി. ഷീല തൻ്റെ അരുമകളെ വിട്ടുപിരിയാൻ മനസ്സില്ലാതെ വിതുമ്പലിലാണ്. മുരളി തൻ്റെ പാതി മാത്രം ഉയർന്ന ആ സ്വപ്ന വീടിനെ അവസാനമായി ഒന്ന് നോക്കി. ആ ഓട്ടോ അവരെയും കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. വെയിലിൽ വെട്ടിത്തിളങ്ങുന്ന ആ പകലിൽ അവർക്ക് പിന്നിൽ ഒരു ചെറിയ പിക്കപ്പ് വാനിൽ അവരുടെ പഴകി നിറച്ച വീട്ടു സാധനങ്ങളും കൂടെ അനുഗമിച്ചു. ഒരു 4 മുറി കടയുടെ പിന്നിലുള്ള ചായ്പിലാണ് ആ കുടുംബം ഇപ്പോൾ താമസിക്കുന്നത്. കഴിഞ്ഞ കാല നഷ്ടങ്ങൾ എത്ര വലുതാണെങ്കിലും മുരളി ഇപ്പോൾ ഒരു തിരിച്ചുവരവിൻ്റെ ആവേശത്തിലാണ്. ആ 4 മുറി കടയുടെ ഏണിക്കൂട്ടിലുള്ള കുറച്ച് സ്ഥലത്ത് മുരളി ചൂട് പലഹാരങ്ങൾ എണ്ണയിൽ വറുത്തു കോരുന്നു. ഷീല സഹായത്തിനുണ്ട്. ഉരുളിയിൽ തിളച്ചു മറയുന്ന എണ്ണയിൽ അരിപ്പക്കയിലിട്ട് ഇളക്കി മുരളി അതിലൊരു ചുഴിയുണ്ടാക്കി. അത് നോക്കി നിന്ന് അയാൾ ചിന്തിച്ചു, എന്നെ തളച്ചിട്ട ഞാൻ അകപ്പെട്ട ഏതോ ഒരു അജ്ഞാതമായ ചുഴിയിൽ നിന്നും എനിക്ക് പുറത്തു കടക്കാൻ കഴിഞ്ഞത് എനിക്ക് അതിനെ തിരിച്ചറിയാൻ പറ്റിയതുകൊണ്ടാണ്. അത് ചൂണ്ടിക്കാട്ടാനായി പ്രകൃതി എനിക്ക് നൽകിയ സൂചനകൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞതാണ് എൻ്റെ നേട്ടം. കവലയിൽ ബസ്സിറങ്ങി നടന്നു വരികയായിരുന്ന ഒരു പരിചയക്കാരൻ പറഞ്ഞാണ് മുരളി ആ കാര്യം അറിഞ്ഞത്. നമ്മുടെ സുബ്രഹ്മണ്യൻ ചേട്ടൻ ബൈക്ക് മറിഞ്ഞ് ഇപ്പോൾ ആശുപത്രിയിലാണത്രേ. കഥയും വരയും ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.